ക്വീൻ ഓഫ് ടിയേഴ്സിന്റെ 11ാമത്തെ എപ്പിസോഡാണിത്. അച്ഛന്റെ ഫ്രണ്ട്സ് അച്ഛനെയും ചേച്ചിയുടെ ഫ്രണ്ട്സ് ചേച്ചീനെയും ഹെയിൻ രോഗിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ആർട്ടിക്കിൾസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. സെക്രട്ടറി നായും ബാക്കി സ്റ്റാഫ്സും സൂച്ചോളും ഡാഹയും അച്ഛനും അമ്മയും എല്ലാം തന്നെ അവളുടെ പ്രസംഗത്തിലൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. ഹെയിൻ സ്റ്റേജിൽ നിന്നും ഇറങ്ങുമ്പോഴത്തേക്കും അവൾക്ക് ഹലൂസിനേഷൻ ഒക്കെ തോന്നി വീഴുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഹ്യുനുവും ഓടിച്ചെന്ന് അവളെ പിടിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഹെയ്നും കുറച്ച് കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അതും കാണിക്കുന്നു. എനിക്കിപ്പോൾ ഇവിടെ വെച്ച് മരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എല്ലാം ഓക്കെ ആണെന്നും നിന്നെ ഞാൻ ഒരിക്കലും വെറുതെയിട്ടില്ല എന്നും എനിക്ക് നിന്നോട് ഇതുവരെ തുറന്നു പറയുവാനും കഴിഞ്ഞില്ല. ഇത്രയും വർഷം എന്റെ ഒപ്പം നിന്നതിൽ എനിക്ക് നിന്നോട് ഒരുപാട് നന്ദി പറയുവാനുണ്ട്. നിന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതൊന്നും തന്നെ നിന്നോട് ശരിക്കും ദേഷ്യമുണ്ടായിട്ടല്ല. ഞാൻ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നു. നീ കാരണമാണ് എനിക്ക് പിന്നീടും ജീവിക്കുവാനായിട്ട് താല്പര്യം പോലും തോന്നിയത്. എനിക്കിനിയും സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹെയ്നെ എല്ലാവരും തന്നെ ഹോസ്പിറ്റലിലും എത്തിച്ചിരിക്കുകയാണ്. ഹെയ്ന്റെ ഫാമിലിയും ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുന്നു. ഹെയ്ന്റെ മനസ്സും എല്ലാവരോടും ക്ഷമയൊക്കെ ചോദിക്കുന്നു. ഗ്രേസ്കോയും വ്യോംചയും കൂടി ലിഫ്റ്റിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും സ്യോൽഹിയും കുറെ അധികം ബോഡി ഗാർഡ്സുമായിട്ട് അവിടെ എത്തുന്നു. നീയാണ് എന്റെ അച്ഛന്റെ ലീഗൽ ഗാർഡിയൻ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നീ നിൽക്കുകയാണോ? നിന്റെ മകൻ പോലും നിന്നെ ചതിച്ചില്ലേ? നീ പിന്നെയും എന്തിനാണ് അച്ഛനെ കാണുവാനായിട്ട് എത്തുന്നതെന്നൊക്കെ വ്യോംച ചോദിക്കുന്നുണ്ടെങ്കിലും സ്യോൽഹി ഗാർഡ്സിനെ ഉപയോഗിച്ചുകൊണ്ട് വ്യോംചനെ ലിഫ്റ്റിൽ നിന്നും പുറത്താക്കുന്നു. അങ്ങനെ സോൽഹി ലിഫ്റ്റ് വഴി മുത്തശ്ശനെ കാണുവാനായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും വ്യോംച ആകട്ടെ സ്റ്റെപ്പ് വഴി മുകളിലേക്കൊക്കെ പോകുന്നു. റൂമിന് വെളിയിലൊക്കെ സ്യോൽഹി എത്തുമ്പോഴത്തേക്കും ഉൻസെങ്കിന്റെ ഗാർഡ്സ് ആകട്ടെ സ്യോൽഹിനെ അകത്തേക്ക് കയറ്റി വിടുവാനായിട്ട് തയ്യാറാകുന്നില്ല. അതൊക്കെ കാണുമ്പോഴത്തേക്കും ദേഷ്യം വരുന്ന അവളും അതിലൊരാളെ തല്ലി കഴിയുമ്പോഴത്തേക്കും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് ബാക്കിയുള്ള ബോഡി ഗാർഡ്സിനൊക്കെ പിടിച്ചു നിർത്തുന്നു. സ്റ്റെപ്പ് വഴി ഓടി വന്നിട്ടുണ്ടായിരുന്ന വ്യോംചയും ഞാൻ ചെയ്ത എല്ലാം തന്നെ തെറ്റായിരുന്നു, നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് എന്റെ അച്ഛനെ അവസാനമായിട്ട് കാണുവാനുള്ള ഒരവസരം നീ ഉണ്ടാക്കി തരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്യോൽഹിയുടെ മുമ്പിൽ യാചിക്കുമ്പോഴത്തേക്കും സ്യോൽഹിയും അച്ഛനെ ഒരു നോക്ക് കാണുവാനായിട്ട് വ്യോംചയ്ക്ക് അവസരം നൽകുന്നു. വ്യോംച അച്ഛന്റെ റൂമിലേക്ക് എത്തുമ്പോഴത്തേക്കും അച്ഛനും എണീറ്റിരിക്കുകയായിരുന്നു. അതൊക്കെ കാണുമ്പോൾ വ്യോംച കൂടുതലായിട്ടൊക്കെ സന്തോഷിക്കുന്നു. ഗ്രേസ്കോയും ഇപ്പോൾ ചെയർമാനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ബോഡി ഗാർഡ്സ് അവളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് വ്യോമച്ചയുടെ കരച്ചിലൊക്കെ അവളും കേൾക്കുന്നത്. അയ്യോ, ചെയർമാൻ മരിച്ചു പോയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗ്രേസ്കോയും റൂമിന്റെ അകത്തേക്കൊക്കെ ഓടിക്കേറുന്നു. അപ്പോഴാകട്ടെ എണീറ്റിരിക്കുന്ന ചെയർമാനെയും അതുപോലെ തന്നെ കരയുന്ന വ്യോംചനെയും ഗ്രേസ്കോ കൂടി കാണുകയാണ്. കണ്ടോ, അച്ഛനിപ്പോൾ ബോധം വന്നിരിക്കുന്നു. ശരിക്കും സോൽഹി അച്ഛനെ ചതിച്ചതായിരുന്നു എന്നൊക്കെ അച്ഛനിപ്പോൾ തുറന്ന് പറ. പവർ ഓഫ് അറ്റോർണിയൊക്കെ ഇവൾ തന്ത്രപൂർവ്വം കൈക്കലാക്കിയതാണെന്ന് പറ. ഞാനിപ്പോൾ ഡോക്ടറിനല്ല മറിച്ച് പോലീസിനെയാണ് ഇങ്ങോട്ടൊക്കെ വിളിക്കുവാനായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യോംചയും നിൽക്കുന്നു. ചെയർമാന് ബോധമൊക്കെ വന്നത് കൊണ്ട് തന്നെ വ്യോംചയുടെ സൈഡിൽ നിൽക്കുന്നതാണ് തനിക്ക് സേഫ് എന്ന് മനസ്സിലാക്കുന്ന ഗ്രേസ്കോയും അവളുടെ ഒപ്പം നിൽക്കുന്നു. പക്ഷെ മുത്തശ്ശനും സ്യോൽഹിനെ നോക്കിയിട്ട് ഇത് ആരാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് മുത്തശ്ശൻ എല്ലാവരെ കുറിച്ചുള്ള ഓർമ്മയും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് കാണുമ്പോഴത്തേക്കും ഗ്രേസ്കോ വീണ്ടും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കി സ്യോൽഹിയുടെ അടുത്തേക്ക് നിൽക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് ഒന്നും തന്നെ കാര്യമുണ്ടായില്ല. സ്യോൽഹി അവർ രണ്ടുപേരെയും ഒരുപോലെ അവിടെ നിന്നും പുറത്താക്കുന്നു. ഹെയ്ൻ എന്താണ് സംഭവിച്ചതൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ നിൽക്കുമ്പോഴത്തേക്കും ഡോക്ടറും അവൾക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്നുള്ള കാര്യമൊക്കെ വീട്ടുകാരെയും അറിയിക്കുന്നു. ഈ ഒരു കാര്യം എല്ലാം തന്നെ അറിഞ്ഞിട്ടും ഹ്യുനു തങ്ങളുടെ അടുത്ത് നിന്നും അത് മറച്ചു വെക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന അമ്മയും ഇപ്പോൾ ഹ്യുനുവിന്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. ഇവൻ നമ്മളെ ചതിച്ചു എന്നൊക്കെയാണ് അമ്മ പറയുന്നത് പോലും. അമ്മ ഹിനുവിനെ കൂടുതലായിട്ടൊക്കെ വഴക്ക് പറയുമ്പോഴത്തേക്കും നമുക്ക് അവനെ വഴക്ക് പറയാനുള്ള യോഗ്യത പോലും ഇല്ല എന്നായിരുന്നു അച്ഛനും അമ്മയോട് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ചികിത്സിച്ച് മാറ്റുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ ഹെയ്ൻ ഉള്ളതെന്ന കാര്യം കൂടി ഡോക്ടറും അറിയിക്കുന്നു. പേരൻസ് ഒരിക്കലും വിഷമിക്കരുതെന്ന് ഓർത്തിട്ടായിരുന്നു അവളും ഈ ഒരു കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് ഹ്യുനുവും പേരൻസിനെ ഇപ്പോൾ അറിയിക്കുന്നത്. അച്ഛനും ഇപ്പോൾ ലിഫ്റ്റിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഹെയ്ന്റെ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. അന്നൊരു അച്ഛന്റെയും മക്കളുടെയും കഥയൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ തന്റെ മകളൊക്കെ തന്നെ വിട്ടുപോകുകയാണല്ലോ എന്നൊക്കെ ഓർക്കുന്ന അച്ഛനും ഒരുപാട് വിഷമിക്കുന്നു. മുത്തശ്ശന്റെ തലച്ചോറ് ഇപ്പോൾ പഴയതുപോലെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മുത്തശ്ശന് ഇപ്പോൾ ഓർമ്മയുമില്ല. ഇനിയും ഓർമ്മയൊക്കെ തിരിച്ചെത്തുവാനായിട്ട് കുറെ ദിവസങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. എങ്കിൽ പോലും എല്ലാ ഓർമ്മകളും തിരിച്ചെത്തുമെന്ന് ഉറപ്പ് പോലും പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നായിരുന്നു ഡോക്ടറും സ്യോൽഹിനെ അറിയിക്കുന്നത്. വ്യോംചയും ഇപ്പോൾ അമ്മേനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. പക്ഷെ വ്യോംചയ്ക്കും ഹെങ്ങിന് അസുഖമുള്ള കാര്യമൊക്കെ അറിയാമായിരുന്നല്ലോ. അതിന്റെ ഒരു വിഷമമൊക്കെ അമ്മയ്ക്കുമുണ്ട്.
എനിക്കൊഴികെ ബാക്കി എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ നടക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ് എനിക്കും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ ഉണ്ട്. അമ്മ എന്തുകൊണ്ടാണ് എന്താണ് എന്റെ കാര്യമെന്ന് എന്നോട് ചോദിക്കാത്തതെന്നൊക്കെ ഒരിക്കൽ ഹെയിന് ചോദിച്ചതും, എന്ത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അത് നിനക്ക് സ്വയം കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയാമെന്നൊക്കെ അമ്മ മറുപടി നൽകിയതിനെ കുറിച്ചും അമ്മ ഇപ്പോൾ ഓർക്കുന്നു. അവൾ തലകറങ്ങിയൊക്കെ വീണ സമയത്താകട്ടെ അവൾ വെറുതെ ഓവർ റിയാക്ട് ചെയ്യുന്നതാണെന്നും ഇത്രയ്ക്ക് വലിയ സീനൊന്നും ഇല്ല എന്നുമൊക്കെ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാ കാര്യങ്ങളും ഓർക്കുന്ന അമ്മയ്ക്കും ഇപ്പോൾ അതൊന്നും തന്നെ സഹിക്കുവാൻ പോലും സാധിക്കുന്നില്ല. ഹ്യുനുവും ഹെയ്നെ തന്നെ നോക്കി ഇരിപ്പാണ്. ഡാഹയും ഇപ്പോൾ ഉൻസെങ്ങിനെ കോൾ ചെയ്യുന്നു. ഹെയ്ന് അസുഖമായിരുന്നല്ലേ? ഹെയ്ന്റെ ഫാമിലിനെ അവൾ അത് അറിയിച്ചിട്ടുമില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ സൂച്ചോളം ഒന്നും തന്നെ അറിഞ്ഞു കാണുകയില്ല. ഇപ്പോൾ പെട്ടെന്ന് ആ ഒരു കാര്യമൊക്കെ അറിയുമ്പോൾ അവൻ ഒരുപാട് ഷോക്കിലാകുന്നതാണ്. അവന് ആൻസൈറ്റി ഡിസോർഡർ ഒക്കെ ഉള്ളതാണ്. അങ്ങനെ ഇരിക്കെ ഈ ഒരു ഷോക്കായിട്ടുള്ള ന്യൂസ് ഒക്കെ കേട്ടാൽ അവനത് സഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവന് പാനിക് അറ്റാക്ക് വരെ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. നീ ഒരു കാര്യം ചെയ്യാമോ? വീട്ടിൽ പോയിട്ട് അവന്റെ മരുന്ന് അവിടെ കാണും. അതൊക്കെ എടുത്ത് അവനൊന്ന് നൽകാമോ എന്നൊക്കെയാണ് ഡാഹയും ചോദിക്കുന്നത്. അവൻ അറ്റാക്ക് വന്ന് മരിക്കുകയാണെങ്കിൽ അങ്ങ് മരിക്കട്ടെ. ഇതുപോലത്തെ ചെറിയ കാര്യത്തിനൊന്നും നീ എന്നെ ഇനി വിളിച്ചേക്കരുത്. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അവൻ അറ്റാക്ക് വന്ന് മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനും അവനെ കൊല്ലുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഉൾസിങ്ങാക്ക് ദേഷ്യപ്പെട്ട് ഫോണും കട്ട് ചെയ്യുന്നു. നേരത്തെ ഒരു മന്ത്രവാദിനെയൊക്കെ സൂചോളുടെ കയ്യിൽ ഒരു പേപ്പറൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. സൂചോളും ഇപ്പോൾ ആ ഒരു പേപ്പറുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു പേപ്പറൊക്കെ ഞാൻ കയ്യിൽ വെക്കുകയാണെങ്കിൽ ഹെയ്ൻ അവളുടെ എനർജിയൊക്കെ നഷ്ടപ്പെടുമെന്നായിരുന്നു മന്ത്രവാദിനിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മയാണ് എനിക്കിത് നൽകിയത്. ഞാൻ എപ്പോഴും ഇത് കൂടെ തന്നെ കൊണ്ടു നടന്ന ഒന്നാണ്. പക്ഷെ എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഈ ഒരു സാധനമൊക്കെ എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന്. ഇതെല്ലാം തന്നെ എന്റെ തെറ്റാണെന്ന് പറഞ്ഞ് സൂചോളും ആ ഒരു പേപ്പറൊക്കെ കീറിക്കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഹെയ്നും ബോധം വരുന്നു. അങ്ങനെ ഇരിക്കെ അവൻ പറയുകയാണ്, ഇതിന് വളരെയധികം പവർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടല്ലേ ഇത് കീറി കളഞ്ഞപ്പോൾ തന്നെ ഇവൾക്കും ബോധം വന്നതെന്നൊക്കെ അവനും ചോദിക്കുന്നു. ഹെയ്നും സൂചോളിന്റെ അടുത്ത് എല്ലാത്തിനും ക്ഷമയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സൂചോൾ വീണ്ടും കരയുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഡോക്ടറിനെയും ഫാമിലിനെയും വിളിക്കുവാനായിട്ട് സൂചോളും പോകുന്നു. ഞാൻ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നു. നിന്നെ ആദ്യമായി കണ്ട നാൾ തൊട്ട് ഇപ്പോൾ വരെ ഞാൻ നിന്നെ സ്നേഹിക്കുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നിന്നെ നന്നായി നോക്കുവാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഫാമിലിയുടെ കൂടെ നിന്നെ കൊണ്ടുപോയി ഇട്ടതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. നീ ഏതൊക്കെ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്നും എന്റെ ഉള്ളിലെ എനിക്ക് നീ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമെന്ന കാര്യവും നന്നായി തന്നെ അറിയാമായിരുന്നു. എങ്കിലും അതൊന്നും തന്നെ അറിയുകയില്ല എന്ന് ഭാവിച്ചാണ് ഞാൻ ജീവിച്ചത്. നീ എന്നോട് എല്ലാത്തിനും ക്ഷമിക്കണം. ഞാനിവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിന്നോട് തുറന്നു പറയുവാൻ സാധിക്കാത്ത പോക്കൊക്കെ ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ നഷ്ടം. ഹെയ്ൻ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്നേ വരെ ഞാൻ പ്രാർത്ഥിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രിയാണ്. നീ മരിക്കുകയാണെങ്കിൽ ഞാനും മദ്യമൊക്കെ കുടിച്ച് വഴിയിലൂടെ കരഞ്ഞുകൊണ്ട് നടന്ന് ഒടുവിൽ തെരുവിലൊക്കെ കിടന്നുറങ്ങുന്നതായിരിക്കും. ഇതാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ നീ മരിക്കാതെ എപ്പോഴും എന്നെ നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കണമെന്നൊക്കെ ഹ്യുനുമോം ഹെയ്നോട് പറയുകയാണ്. നീ വിഷമിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. നീ അങ്ങനെ ഒന്നും തന്നെ മരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഹെയ്നെ ഹ്യുനുവും സമാധാനപ്പെടുത്തുന്നു. ഹെയ്ൻ ഉണർന്നിരിക്കുന്നു. അമ്മ വേഗം വാ, നമുക്ക് അവളെ കാണുവാനായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂചോളും ഇപ്പോൾ എല്ലാവരും കൂട്ടിക്കൊണ്ടൊക്കെ പോകുകയാണ്. പക്ഷെ അമ്മ മാത്രം അവളെ കാണുവാനായിട്ട് പോകുവാൻ തയ്യാറായിരുന്നില്ല. നീ വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല. എന്റെ കുറേയധികം ഫ്രണ്ട്സ് പല രാജ്യങ്ങളിലായിട്ട് ഡോക്ടറായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയിരിക്കെ ഞാൻ അവരോടൊക്കെ സംസാരിക്കട്ടെ. ഉറപ്പായിട്ടും ഇതിനുള്ള ചികിത്സയും നിനക്ക് ലഭിക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അച്ഛനും ഹെയ്നെ സമാധാനപ്പെടുത്തുന്നു. അച്ഛൻ സമാധാനപ്പെടുത്തുകയാണെന്ന് മനസ്സിലാക്കുന്ന അവളും ഇതൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറയേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരോട് ക്ഷമയും ചോദിക്കുകയാണ്. ഹെയ്നും അമ്മ എന്തിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അമ്മയാകട്ടെ സ്റ്റെപ്പിലിരുന്ന് കരയുകയായിരുന്നു. ഹ്യുൻവുവും ഇപ്പോൾ അമ്മേനെ കാണുവാനായിട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ പോലും സ്വന്തം മക്കൾ മരിക്കുവാനായിട്ട് കിടക്കുകയാണെന്നൊക്കെ മനസ്സിലാക്കാത്ത ഏതമ്മയാണുള്ളത്? എന്റെ ഉള്ളിലെ വിഷമം എല്ലാം തന്നെ ഞാൻ അവളുടെ അടുത്തായിരുന്നു തീർത്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴൊക്കെ അവൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്റെ കൈയൊക്കെ പിടിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അപ്പോഴൊക്കെ അവളുടെ കൈ തട്ടി മാറ്റുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ പോലെ ഒരു അമ്മേനെയാണ് എനിക്ക് ലഭിക്കുന്നതെങ്കിൽ ഞാനും ഉറപ്പായിട്ടും വെറുത്തേനെ. എന്റെ മകൾക്ക് വേദനകളും സ്ട്രെസ്സും ഒക്കെ നൽകിയത് ഞാനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവൾക്ക് അസുഖം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് എല്ലാ കുറ്റവും ഏറ്റെടുത്തുകൊണ്ട് അമ്മയും കരയുന്നു. അമ്മ എന്താ വല്ല ഡോക്ടറുമാണോ? ഡോക്ടർമാർക്ക് പോലും എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു അസുഖം വന്നതെന്നോ എങ്ങനെ അതൊക്കെ മാറ്റണമെന്നോ അറിയുകയില്ല. പിന്നെ ഈ ഒരു അസുഖമൊക്കെ സ്ട്രെസ് മൂലം ഉണ്ടായതാണെന്ന് അമ്മ എങ്ങനെയാണ് തീരുമാനിച്ചത്? എന്നെ പോലൊരു മകൾ എനിക്കുണ്ടാക്കുകയാണെങ്കിൽ ഞാനും ഇതുപോലെയൊക്കെ ആയിരുന്നേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെയ്ൻ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അമ്മയും അവളെ തടയുന്നു. നിനക്ക് ഒരുപാട് വേദനയൊക്കെ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നോ? നിനക്ക് അസുഖമാണെന്നുള്ള കാര്യം ഈ അമ്മയ്ക്ക് അറിയുകയില്ലായിരുന്നോ?
നീ എന്നോട് ക്ഷമിക്കണം. നീ ഇല്ലാതെ എനിക്കും ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് അമ്മ കരയുമ്പോഴത്തേക്കും ഹെയ്നും അമ്മേനെ സമാധാനിപ്പിക്കുന്നു. സ്യോൽഹിയും മുത്തശ്ശനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. മുത്തശ്ശനാകട്ടെ ശരിക്കും കാണുവാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഗ്രേസ്കോയും അവരുടെ കൂടെയുള്ള ഒരാളാണെന്നുള്ള രീതിയിൽ അവരുടെ ഒപ്പമൊക്കെ നടക്കുന്നുമുണ്ട്. സ്യോൽഹിയും മുത്തശ്ശന് ഫുഡും മറ്റുമൊക്കെ നൽകിയിട്ട് മുത്തശ്ശനെ അവിടെ നിന്ന് മാറ്റുന്നു. ഇനി സ്യോൽഹിയും ബാക്കിയുള്ള ആൾക്കാരുമായിട്ടൊരു മീറ്റിംഗ് ഒക്കെ വെച്ചിരിക്കുകയാണ്. എപ്പോഴും ചെയർമാന്റെ കാര്യമൊക്കെ നോക്കുവാനായിട്ടുള്ളത് കൊണ്ട് തന്നെ തനിക്ക് ഓഫീസിൽ എത്തുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ സ്യോൽഹിയും അറിയിക്കുന്നു. ഓൺസെങ് ലാസ്റ്റ് ആയിട്ട് പ്രസ് കോൺഫറൻസ് ഒക്കെ വെച്ചപ്പോഴത്തേക്കും വലിയ പ്രശ്നമൊക്കെ ഉണ്ടായതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്യോൽഹി ആകട്ടെ ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഉൻസിങ്ങിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പായിട്ട് അത് തന്നെ കാണിക്കണമെന്നായിരുന്നു എല്ലാവരുടെയും അടുത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.